ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളുടെ വീട്ടിൽ നോമ്പ് തുറയാണ്. കഴിഞ്ഞ സൺഡേ ആയിരുന്നു നോമ്പ് 11-ന്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പൊരി ഐറ്റംസ് ഉണ്ടാക്കാനുള്ള ബാറ്ററി ഒക്കെ റെഡിയാക്കലാണ്. സാധാരണ ഞാൻ അങ്ങനെ ഫ്രൈ ഐറ്റംസൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നതാണ്. ഇപ്രാവശ്യം ഞാൻ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബാറ്ററി നിങ്ങൾക്കും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. നമ്മളുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ തട്ടുകടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കുമല്ലോ, അതേ ഒരു ടേസ്റ്റിൽ വരും നമുക്കിത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടലമാവാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു എത്ര പറയുക, ഒരു 1 kg ഒരു 1/2 kg ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനൊരു 2 വലിയ ടീസ്പൂണ് മൈദയും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയിൽ മല്ലിച്ചപ്പ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലേ, അതും കൂടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ കുറച്ച് സുറുക്കിന് അതിൽ ആഡ് ചെയ്തിട്ടില്ല, മറന്നു പോയതാണ്. കുറച്ച് ഒരു 2 ടീസ്പൂണോളം ആഡ് ചെയ്യണത് നല്ലതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂണ് മുളകും പൊടി ഇടണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കളറ് പൊടി യൂസ് ചെയ്യല്ല, കളറ് ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മുളകും പൊടി യൂസ് ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും ഈശോട്ടി വന്നിട്ട് അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവർക്ക് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് രാവിലെ തന്നെ നമ്മൾ ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ടൊന്ന് 2 അടി അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു ബാറ്ററി റെഡിയാവും. കണ്ടില്ലേ, ഈ ഒരു ഇത്രയും ലൂസിൽ മതി കേട്ടോ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ പഴംപൊരിക്കുള്ളതും റെഡിയാക്കിയിട്ടുണ്ട്. ഇത് രാവിലെ തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ അപ്പസോഡ അങ്ങനെയുള്ള ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഞാൻ അതിൽ പൊരിക്കണ ഒരു വീഡിയോയും കൂടി ഇടുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ അതൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് നോമ്പ് തുറക്ക് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും വേണ്ടാന്ന് വീട്ടിൽ ഞാൻ പറഞ്ഞില്ല. കഴിഞ്ഞ സാറ്റർഡേ നമുക്ക് നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടാക്കേണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട ഭട്ടൂരൊക്കെ നമ്മൾ പുറത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭട്ടൂരയുടെ പാക്കറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ പൊരിക്കുക അങ്ങനെ. അപ്പോൾ ചിക്കൻ കറി മാത്രം മതിയല്ലോ. അപ്പോൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് കായം പറഞ്ഞിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. ഫ്രൈ ആക്കിയിട്ടാണ് ഞാൻ സാധാരണ കറി വെക്കാറ്. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ കുക്കറിൽ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള പൊട്ടാറ്റയും അതേപോലെ ചിക്കനും കൂടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ കൂടിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഇങ്ങനത്തെ ഡ്യൂട്ടികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയമാകുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ബിരിയാണി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാനില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഒന്ന് റെഡിയാക്കലാണ്. അങ്ങനെ നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യലാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ സവാള, തക്കാളി അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ചിക്കൻ ഫ്രൈ ആക്കിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, വൈറൽ ചിക്കൻ സാൻഡ്വിച്ച്. അതൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നല്ലോ. ചിക്കനും കൂടിയിട്ട് ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ട് കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പറഞ്ഞ മെത്തേഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടാക്കാമല്ലോ കരുതിയിട്ട് അതൊന്ന് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഉച്ചയുടെ തൊട്ട് മുന്നൊക്കെ ആയിട്ട് തന്നെ താത്തല്ല അനിയത്തി ഉമ്മയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ട് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും താത്തി ഒക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ കേട്ടോ, കുഞ്ഞിമ്മ, അതും ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നോമ്പറക്കുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 5 മണിയൊക്കെ സമയമാകുമ്പോഴാണ് ഞാൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ചിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അവൾ നേരത്തെ ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൈറൽ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിലേക്കുള്ള ബ്രെഡൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ചിപ്പു. പിന്നെ അതിൻ്റെ ഉള്ള എല്ലാ ഐറ്റംസൊക്കെ ഞാൻ രാവിലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് പിടിച്ചോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ അതിവിടെ ചിപ്പു റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ
ആദ്യം തന്നെ ഞാൻ ബനാന ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാ ഐറ്റംസും എരിവിലാണ് വരുന്നത്, സ്പൈസിയാണ്. അപ്പോൾ പിന്നെ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഴം പൊരിക്കലാണ് കേട്ടോ. അങ്ങനെ അതാ പഴം പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓരോരോ പണിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം നോമ്പറക്കണ കുറച്ച് സമയം മുന്നേ തന്നെ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഞാനും മെയിനായിട്ട് ഫ്രൈ ഐറ്റംസിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നു. സെജിയൊക്കെ അവിടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. അധികമല്ല, അത്യാവശ്യമുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കാനുള്ള ഐറ്റംസ് അതും കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബാറ്ററി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ആദ്യം ഞാൻ പൊരിച്ചെടുക്കണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാറ്റോ രാവിലെ തന്നെ ജസ്റ്റ് നമ്മൾ നല്ലോണം നെയ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ നേരെ എന്താ പറയുക കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെയ്യണത് നല്ലതായിരിക്കും. കാരണം ആ ഒരു ഭയങ്കര എന്താ പറയുക ഹാർഡായിട്ടുള്ളതൊന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും പൊട്ടാറ്റോ. അപ്പോൾ നമുക്ക് പൊരിക്കണമൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെ അപ്പോൾ ഇത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ്റെ വൈറൽ ചിക്കൻ സാൻഡ്വിച്ച്, അതൊക്കെ ചിപ്പ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നോമ്പറന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തില്ലേ, അതിനേക്കാളും വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സംഭവം. പിന്നെ ജ്യൂസ് അടിക്കണത് ഷമാമയായിരുന്നു. അപ്പോൾ ഇവിടെ സെജി അതെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് താത്ത വന്നിട്ടുണ്ടായിരുന്നു. അവൾ വരുമ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, സേമിയ. അപ്പോൾ അത് അവൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ പൊരിക്കണത് മുളക് ബജ്ജിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അത് കണ്ടില്ല, നമ്മൾ അപ്പസോടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തി വരുമല്ലോ, ഷോപ്പിലൊക്കെ പോയിട്ട് കഴിക്കണ പോലെ അതേപോലെ വരും കേട്ടോ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ബാറ്ററി എല്ലാം റെഡിയാക്കി മിക്സിയിൽ ഒന്ന് നല്ലോണം ഇട്ടിട്ട് അരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 2 അടി അടിച്ചാൽ മതി. അങ്ങനെ അരച്ചിട്ട് നമ്മളൊന്ന് ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കുക. ഇത്രയും ചെയ്താൽ മതി. നല്ല അടിപൊളിയായിട്ട് പൊന്തി വരും. ഇതിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ വീട്ടിൽ വന്നിട്ട് ഇത് കഴിച്ചിട്ട് ഇഷ്ടമായിട്ട് ഇത് എൻ്റെ കസിൻസ് എല്ലാം ഉണ്ടാക്കാറുണ്ട്. അവർ ഇതേപോലെ റംസാനിക്ക് ഒന്നുകൂടി ചോദിക്കും എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് പറഞ്ഞു കൊടുക്കും. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായതാണ്. പിന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം ഇതിൽ എന്താ പറയുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതേപോലെ വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പിന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് ആഡ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ ഇത് ഫ്രൈ ആക്കുമ്പോൾ. അങ്ങനെ അപ്പോൾ അതൊരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജ്യൂസ് അടിച്ചിട്ട് നമ്മളിതാ ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണുണ്ട് കേട്ടോ. പിന്നെ മുളക് ബജ്ജി ഫ്രൈ ആക്കി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നെക്സ്റ്റ് പൊട്ടാറ്റോ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ടെന്ന്. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കലാണ്. നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. പിന്നെ നല്ല രുചി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കോളിഫ്ലവർ പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ. കാരണം അത്യാവശ്യം ബാറ്ററി ഉണ്ടാക്കിയ കാരണം പിന്നെ ഞാൻ വേഗം കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടിയിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ കട്ട്ലേറ്റ്, ചീസ് കട്ട്ലേറ്റാണ്. രാവിലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ചീസെല്ലാം അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ട് അതൊക്കെ വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ആയപ്പോഴേ മറന്നു പോയിട്ടുണ്ടായിരുന്നു ചീസ് വെക്കുന്ന വീഡിയോസൊക്കെ എടുക്കാൻ. അങ്ങനെ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഫ്രൈ ഐറ്റംസ് എല്ലാം റെഡിയായി. ജ്യൂസ് ഒരു ഭാഗത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഐറ്റംസും കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഫ്രൂട്ട് സലാഡ് കേട്ടോ. അതും കൂടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് വെക്കണ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യലാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ടായിരുന്നു, നമ്മൾ വാങ്ങിച്ചത്, അതാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഐറ്റംസ് നമ്മളിങ്ങനെ കൊടുന്ന് വെക്കലാണ് കേട്ടോ.
ബാങ്ക് കൊടുക്കണ ഒരു സമയത്ത് ഒരു തിരക്കായിരുന്നു. നമ്മൾ ആ സമയത്താകുമ്പോഴേക്കും കഴിയുമെന്നൊക്കെ, കാരണം ഇതെല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരു അസർ നിസ്കാരം എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് സമയമുണ്ടല്ലോ വിചാരിച്ചിട്ട് ഇവിടെ ഫ്രണ്ടിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെണ്ട് നമുക്കൊരു ഹറിബറിയിലോ എല്ലാം കൂടിയിട്ടുണ്ട് ചെയ്യലായിരുന്നു കേട്ടോ. പിന്നെ പുറത്തുനിന്ന് ആരുമില്ല, നമ്മളെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ദാ എല്ലാവരും കൂടിയിട്ട് അൽഹംദുലില്ലാ നോമ്പ് തുറക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സാധനം ഫ്രൈ ഐറ്റംസ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാതും വീട്ടിലുണ്ടാക്കലായിരുന്നു. വീട്ടിലുണ്ടാക്കാൻ ഈ നോമ്പ് ഇത്രയും ദിവസമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മാക്കൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നിന്നിരുന്നത്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമൊക്കെ ചെയ്ത് ഒരുമിച്ച് നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഒരു നോമ്പ് തുറ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടായതാണ് കേട്ടോ. വീട്ടിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പോയപ്പോൾ പിന്നെ പിറ്റേ ദിവസം സൺഡേ അല്ലേ, ക്ലാസ് ഒന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട്, കാരണം അനിയത്തിയും ഒക്കെ അവളുടെ വീട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പിന്നെ അവൾക്ക് വരലൊന്നും എളുപ്പമല്ലല്ലോ. അങ്ങനെ മാഷല്ല ഞങ്ങൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഞാൻ പറഞ്ഞല്ലോ, ചിക്കൻ കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മോർണിംഗ് തന്നെ. പിന്നെ പത്തിരി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പൊറാട്ടയും പിന്നെ ബട്ടൂരൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അത് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോമ്പറത്ത് ഇറക്കുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറമേൽ പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവിടെ പോയി വന്നേ ഉള്ളൂ മക്കളെയും കൂട്ടിയിട്ട്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ. വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരണ്ടി. ഓക്കെ, ബൈ, താങ്ക് യു.